മുട ഭൂമി കുംഭകോണം കർണാടക മുഖ്യമന്ത്രിയായുള്ള സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലോകായുക്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സിദ്ധരാമയ്യയെ ഒന്നാം പ്രതിയായും ഭാര്യയെ രണ്ടാം പ്രതിയായും മല്ലികാർജുന സ്വാമിയെ മൂന്നാം പ്രതിയായും ഉൾപ്പെടുത്തി ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത്. മുൻ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സിദ്ധരാമയ്യ മുടയിൽ ക്രമക്കേടുകളും അധികാര ദുർവിനിയോഗവും നടത്തിയതായി ആരോപണമുണ്ട്. ഈ വിഷയത്തിൽ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത പോലീസ് അന്വേഷണം നടത്താൻ സെപ്റ്റംബർ 25-ന് പ്രത്യേക കോടതി ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് വിവിധ നിയമങ്ങൾ പ്രകാരം അഴിമതി തടയൽ, ക്രമക്കേട് ആരോപിച്ച് കർണാടക ഗവർണർ താവർ ചന്ദ് ഗെലോട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവിധ നിയമങ്ങൾ പ്രകാരം അഴിമതി തടയൽ, ബിനാമി സ്വത്തുക്കൾ തടയൽ, ഭൂമി കയ്യേറ്റം എന്നിവ തടയുന്നതിനുള്ള വകുപ്പുകൾ ചുമത്താൻ ലോകായുക്ത പോലീസ് സൂപ്രണ്ടിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 3 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുട കേസിൽ തനിക്കെതിരെയുള്ള അന്വേഷണത്തിന് ഗവർണർ അനുമതി നൽകിയതിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് സിദ്ധരാമയ്യ നൽകിയ ഹർജി സെപ്റ്റംബർ 24-ന് കർണാടക ഹൈക്കോടതി തള്ളിയത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യർക്കും ഒരുപോലെ തിരിച്ചടിയായി മാറിയ ഒരു കാര്യമായിരുന്നു. സമ്മർദ്ദം ശക്തമാക്കിയിട്ടും താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്ന നിലപാട് സിദ്ധരാമയ്യ ആവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാദ്യമായാണ് എനിക്കെതിരെ ഒരു രാഷ്ട്രീയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, ഇതൊരു രാഷ്ട്രീയ കേസാണ് എന്ന തരത്തിലായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വലിയ തോതിൽ തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള BJPയുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ കർണാടകയിൽ ഉയരുന്നത് തന്നെ. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നതും കേസുകൾ വളരെ വലിയ തോതിൽ സ്ട്രോങ് ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടിയാകുന്ന കാര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന തലത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പ്രതിപക്ഷമായിട്ടുള്ള BJP വളരെ വലിയ ആയുധമാക്കി തന്നെയാണ് ഇതിപ്പോൾ കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതും തന്നെ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ കാണുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഈ ഒരു കാര്യത്തിൽ രൂപപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം BJP ആയുധമാക്കി എടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം.